അപ്പോൾ ഒരേ സമയം നവമാധ്യമങ്ങളുടെ കയ്പും അതിലും അറിയുന്ന ഒരാൾ കുറേയും കൂടി രുചിച്ചിട്ടുള്ളത് ഏതാ? ഞാൻ പിന്നീട് ചിന്തിക്കും, കാരണം ഇവർക്ക് ഇതിനൊരു റവന്യൂ ഉണ്ട്, അല്ലെങ്കിൽ വെറുതെ ആരും ഒരു കാര്യം ഒരു പാലമുണ്ട് ഇതിലേക്ക് അല്ലേ? യെസ്, അവർക്കൊരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് അവരത് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനും ഒക്കെ ഒരു മനുഷ്യത്വപരമായ ഒരു എന്താ പറയുക, കോടുകൂടി സമീപനം കൂടി വേണം ഇതിനെല്ലാം. അതങ്ങ് വിട്ടേക്കാം, അത് അതിനൊരു ഇഷ്യൂ ആക്കണ്ട, അല്ലെങ്കിൽ അത് നമ്മളൊരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യണ്ട. എനിക്ക് അനാവശ്യ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ 20 വർഷത്തിനുള്ളിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ പറ്റും. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇത് നമ്മുടെ കൈവിട്ട് പോകുന്നു എന്നൊരു തോന്നൽ വരുന്നത് കാരണം നമ്മുടെ വീട്ടുകാരെയും പാരന്റ്സിനെയൊക്കെ അഫക്ട് ചെയ്യുമ്പോഴാണ്. ഞാൻ ഇനോഗ്രൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയത് 2005 തൊട്ട് തന്നെയാണ്. അപ്പൊ 10-20 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, സിനിമയ്ക്കൊപ്പം തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ആളുകൾ അറിയുന്ന രീതിയിലേക്ക്, ബിക്കോസ് അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യേകതയാണ്. അപ്പം അത് വന്നത് ക്യാപ്ചർ ചെയ്യുന്നു, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് ക്യാപ്ചർ ചെയ്യുന്ന രീതികളിൽ കുറച്ച് പ്രശ്നം കിടക്കുന്നുണ്ട്. ഒന്നിനെയും തള്ളിക്കളയാൻ പറ്റില്ല, കാരണം അതിൽ ഒത്തിരി പോസിറ്റീവ്നെസ് ഉണ്ട്. കാരണം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമ്മളെ ലൈവായിട്ട് നിർത്തുന്നത് പറയുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. ഞാനും കുറച്ച് കുട്ടികളും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കാണാനായിട്ട്. അപ്പൊ അവര് പുള്ളി വന്ന് മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ, ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും വിളിച്ചിട്ട് വരൂ, നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ സാധനം എന്റെ തലയിലേക്ക് കയറുന്നത്. ആൻഡ് നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേരും ആളുകളും ഒക്കെ ഇത് കേട്ടു. അപ്പൊ നാട്ടിൻ പുറമാവുമ്പോ ഉടനെ അത് വലിയ വാർത്തയാവും, സിനിമയിൽ എടുത്തു. അതെ, അപ്പൊ എൽദോനെ സിനിമ എടുത്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പം ഭയങ്കര സൗണ്ടില്ല, അടുത്ത പ്രദേശത്തൊക്കെ കേൾക്കാം, അത്ര വലിയ സൗണ്ട്. എവിടേക്കെങ്കിലും ഹണിറോസ് കയറി വന്നിരുന്നോ ഷൂട്ടില്? ഞാൻ ഇല്ല, ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. എപ്പോഴും വരും. ഞാൻ പേടിക്കും, അയ്യോ കണ്ണൊന്നും ബ്ലിങ്ക് ചെയ്യെങ്കിലും ചെയ്യും, അതുപോലും ചെയ്യാൻ പാടില്ല. പലരെയും അറ്റാക്ക് ചെയ്യുകയും ചിലരുടെ സെറ്റിലുള്ള ആളുകളുടെ കൈയൊക്കെ ഫ്രാക്ചർ ആവുക, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന, സീരിയസ് ആയിട്ട് ആവുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഇങ്ങനെ പ്രശ്നക്കാരുടെ ഇടയിൽ കൂടെ നിന്നിട്ടാണ് ഈ ഡയലോഗൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലിങ്ങനെ ഭയങ്കരമായിട്ട് അതിന്റെ ഒരു സ്ട്രെസ്സും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. വെല്ലുവിളി നിറഞ്ഞ സിറ്റുവേഷനിലൂടെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും അസൂയ തോന്നും വിധം സിനിമാ ജീവിതം 20 വർഷത്തെ നീണ്ടൊരു കരിയർ ഉണ്ടാക്കിയെടുത്ത ഒരാൾ. അതിനേക്കാൾ ഉപരിയായി സിനിമയിലെ വേഷപ്പകർച്ചയ്ക്ക് അപ്പുറം താരങ്ങളായി അല്ലെങ്കിൽ വേദിയിലെ സാന്നിധ്യം കൊണ്ട് താരമായി മാറിയ ഒരാൾ. ഇന്ന് ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തോടു കൂടി തന്നെ മലയാള സിനിമയിൽ തൻ്റെതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കാൻ ഒരുക്കുകയാണ്. റീച്ചലിലൂടെ റീച്ചൽ വിശേഷങ്ങളുമായിട്ട് ഹണിറൂസ് ആണ് കൂടിയുള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ വർത്തമാനകാലത്തിൽ എപ്പോഴും മലയാള സിനിമയുടെ പ്രമേയത്തെക്കുറിച്ച് നമ്മൾ ആ സംരംഭത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷേ വർത്തമാനത്തിൽ ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവിടെയാണ് റീച്ചലിൻ്റെ എൻട്രി. അപ്പോൾ അസ്വീകാര്യതയ്ക്ക് വളരെ വലിപ്പം കൂടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് പുറകിൽ ഒരു സംവിധാനത്തിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ളത് ശരിക്കും റീച്ചലിന് എത്ര ഗുണം ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതുവരെയും ഒരു പുരുഷനാണ് ഒരു സംവിധായകൻ, ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് ഇതുവരെയുമുള്ള സിനിമകൾ. ഫസ്റ്റ് ടൈമാണ് ഒരു സ്ത്രീ വരുന്നത്. അപ്പം ആ സ്ത്രീയുടെ ഒരു വീക്ഷണകോണിലൂടെ എങ്ങനെയായിരുന്നു ഒരു സ്ത്രീയെ തന്നെ പോർട്രേ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ നിന്നും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ ഒരു സ്ത്രീ കഥാപാത്രം എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം തന്നെയാണ് എനിക്ക് 20ാമത്തെ വർഷം എത്തി നിൽക്കുന്നത്. അതെ, ആനന്ദിനിയുടെ ഡെബ്യൂ മൂവിയാണ്. ആനന്ദിനി സാധാരണ ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു സേഫ് സോൺ നോക്കിയിട്ടാണ് സിനിമകൾ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നത്. പക്ഷെ ആനന്ദിനി ഇങ്ങനെ ഒരു കഥ എടുത്തു എന്നുള്ളത് തന്നെ ആനന്ദിനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് വന്നതാണ്. രാഹുൽ മണപ്പാടാണ് ഇത് എഴുതിയിരുന്നത്. അദ്ദേഹം ഒരു മാഗസിനിൽ വന്നതാണ്. അപ്പോൾ കുറെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള, അവാർഡ്സ് കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഒരു മൂവിയായി മാറുകയായിരുന്നു. അത് ആനന്ദിനി ഷോർട്ട് സ്റ്റോറി ലൈൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ദെൻ അത് സ്ക്രിപ്റ്റായി മാറുന്ന സമയത്തൊക്കെ ഞാൻ ഇതിനോടൊപ്പമുണ്ട്, ഈ സിനിമയോടൊപ്പമുണ്ട്, റേച്ചലിനോടൊപ്പമുണ്ട്. അങ്ങനെ ഫ്രം ദി ബിഗിനിങ് ടു ടിൽ ദ എൻഡ് ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതും എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ആ പറയുന്ന വാക്കുകൾ തന്നെ കണ്ടെടുക്കുമ്പോൾ ശരിക്കും ആദ്യ സംവിധാന സംരംഭമാണ്. ഒരു പക്ഷേ ഒരു ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റിലെ അതിന് നെടുന്തൂണായിട്ട് നിൽക്കേണ്ടത് ഹണിറോസിന്റെ ക്യാരക്ടറാണ്. ഇതേ ചോദ്യം സംവിധായകയോട് ചോദിച്ചിരുന്നു. ഒരു ആദ്യത്തെ ഒരു ഡെബ്യൂ മൂവി ആയിട്ട് പോലും വൈ ഞാൻ എന്നുള്ളൊരു സാധനം വന്നിരുന്നോ? ഞാനത് ചോദിച്ചില്ല. ഇല്ല, എന്നിൽ വിശ്വാസം. കാരണം എന്നിൽ
വിശ്വാസം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ആനന്ദിനിക്ക് ആനന്ദിനിയിൽ അതിലും വിശ്വാസം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഈ സ്റ്റോറി ലൈൻ കേട്ട സമയത്ത് എനിക്ക് കുറച്ചൊരു കൺസേൺസ് ഉണ്ടായിരുന്നു എങ്ങനെ ഈ കഥാപാത്രം, കാരണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ അല്ല ഈ സിനിമയിൽ പിടിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന സിനിമ കൂടിയാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു കോസ്റ്റ്യൂം ഒരു ട്രയൽ നോക്കിയിരുന്നു, കോസ്റ്റ്യൂം ഇട്ട് തന്നെ നമ്മൾ ആ ഒരു ചെറിയ ഡയലോഗ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കിയിട്ട്, അപ്പം ഞാനും അതേപോലെ തന്നെ ആനന്ദിനിയും അല്ലെങ്കിൽ ഷൈൻ സാറും ഒക്കെ ഭയങ്കര കംഫർട്ടായി, ഓക്കെ ഇത് ഓക്കെ ആയിരിക്കും, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്തിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്, ഈ സിനിമയിലേക്ക് എത്തുന്നത്. പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ബാദുഷ ഒക്കെയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇപ്പൊ ഇറക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു 20 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല, ഇത്രയും കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതുപോലൊരു വേദിയിൽ വന്നിട്ട് ഇപ്പോഴും പറയാൻ തയ്യാറാവുന്നത് എന്നെ ശരിക്കും സിനിമയ്ക്ക് ആവശ്യമില്ല, ഞാൻ ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുക എന്നുള്ളത്? മമ്മൂക്കി മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്കാണ് സിനിമ ആവശ്യം, ഫിലിം മേക്കേഴ്സ് ഞാനാണ് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു പദപ്രയോഗത്തിന് പ്രേരിതയാവുന്നത്? എന്തുകൊണ്ടാണ് ശരിക്കും? ഞാൻ പറഞ്ഞത് അത് റിയാലിറ്റിയാണ്. കാരണം നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സിനിമയ്ക്ക് ഒരു ആവശ്യമില്ല, എന്റെ പാഷനാണ് സിനിമ എന്ന് പറയുന്നത്, എന്റെ ആഗ്രഹമാണ് സിനിമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്തു പോകേണ്ട സമയം ഈ സിനിമ ഇനി നമുക്ക് വരുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇവര് ഫീൽഡ് ഔട്ട് ആയി ആളുകൾ പറയുന്നതിന്റെ ഒക്കെ സമയത്തൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. ലൈക്ക് അത് നമ്മൾ സിനിമയിൽ വന്ന സമയം തൊട്ട് ആളുകൾ ഇങ്ങനെയുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഈവൻ നമ്മുടെ ഫാമിലിയിൽ പോലും ആളുകൾക്കൊരു ഇനി എന്തിനാ വെറുതെ ഇങ്ങനെ നമ്മൾ നല്ല സിനിമകൾ ചിലപ്പോൾ വരണം എന്നില്ല, വരാതിരിക്കുന്ന സമയത്ത് ഇനി വരുമോ നമുക്ക് ഉറപ്പില്ലെങ്കിൽ വെറുതെ നമ്മൾ അതിനുവേണ്ടി നിൽക്കണോ എന്നൊക്കെ ചോദിക്കുന്ന പല പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്നും ഒന്നും മനസ്സ് മാറാതെ ഇതാണ് എന്റെ പാഷൻ, ഇതാണ്, ഇത് ചെയ്യാതെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടിയാണ് ഞാനത് നിൽക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ആ സ്റ്റേജിൽ പറഞ്ഞത് ഉള്ളത്. ഈ ശരിക്കും 2005 തുടങ്ങുന്ന സമയത്ത് ശരിക്കും 14 വയസ്സിലാണ് തുടങ്ങിയെന്ന് പറയുന്നു. പക്ഷെ വിനയൻ സാർ പറയുന്നുണ്ട് അതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പേ ആദ്യം സിനിമയ്ക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഇത് എപ്പോ തൊട്ട് തുടങ്ങി ശരിക്കും? ഇത് എന്റെ ഞാൻ 7th ജോയിൻ ചെയ്യുന്ന സമയത്താണ് സാറിനെ പോയി മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ ചെറിയ ആളാണ് ഞാൻ. അപ്പം സാറിന്റെ അടുത്ത് ഞാനൊരു സിനിമ ഷൂട്ടിംഗ് കാണാൻ പോയത്. ആക്ച്വലി ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ട്. അപ്പൊ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിലാണ് ഇവരുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ അത് കാണാൻ പോകുന്നു. ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോ, അദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അന്ന് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാനും കുറച്ച് കുട്ടികളും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കാണാനായിട്ട്. അപ്പൊ പുള്ളി വന്ന്, മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ, ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും വിളിച്ചിട്ട് വരൂ, നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞപ്പം ആണ് ഈ സാധനം എന്റെ തലയിലേക്ക് കയറുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേരും ആളുകളൊക്കെ ഇത് കേട്ടു. അപ്പൊ നാട്ടിൻപുറമാവുമ്പോ ഉടനെ അത് വലിയ വാർത്തയാവും, സിനിമയിൽ എടുത്തു. അപ്പൊ എൽദോനെ സിനിമ എടുത്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ സിനിമ ചെയ്തില്ലേ പിന്നെ അതും നടക്കേട്, ആളുകളെ ഫുൾ അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിനയൻ സാറിനെ മീറ്റ് ചെയ്യുന്നത്. സാറ് പറഞ്ഞു ഇപ്പൊ ചെറിയ കുട്ടിയാണ്, കുറച്ചുകൂടെ കഴിയട്ടെ, ഒരു വലിയ +2 ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞു സാർ. അങ്ങനെ ഞാൻ 9th കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അച്ഛൻ വീണ്ടും ഈ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞ് അച്ഛന് ഫോട്ടോസ് സാറിന് അയച്ചു കൊടുക്കും. അപ്പൊ സാർ അത് കണ്ടിട്ട് അപ്പം എനിക്ക് തോന്നുന്നു ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഡിസ്കഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. വന്നു, കണ്ടു, അതിലേക്ക് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കും. ഈ നവമാധ്യമങ്ങളുടെ 2 വശങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് ലൈവായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്, വിധേയരാകുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതിന്റെ ഓഡിയൻസിന്റെ ഇതിന്റെ വിമർശനവും ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ വേദികളിൽ നിന്ന് മറ്റൊരു വേദികളിലേക്ക് പോകുന്നതിനും നവമാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ ഒരേ സമയം നവമാധ്യമങ്ങളുടെ കയ്പും അതിലും അറിയുന്ന ഒരാൾ കുറേയും കൂടി രുചിച്ചിട്ടുള്ളത് ഏതാ? രണ്ടുമുണ്ട്. അതിനെ ഒന്നിനെയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അതിൽ ഒത്തിരി പോസിറ്റീവ്നെസ് ഉണ്ട്. കാരണം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമ്മളെ ലൈവായിട്ട് നിർത്തുന്നത് ഈ പറയുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. അതിന് അവര് വഹിക്കുന്ന പങ്കിനെ നമുക്കൊരു രീതിയിലും ചെറുതായിട്ട് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ നല്ല നല്ല കാര്യങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു ചെറിയൊരു കയ്പും ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ കുറച്ച് ഭയങ്കരമായി കൂടിയിട്ടുണ്ട്. ഞാൻ ഇനോഗ്രൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയത് 2005 തൊട്ട് തന്നെയാണ്. അപ്പൊ 10-20 വർഷമായിട്ട് ഞാൻ ഒപ്പം തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ലോഡ്ജ് ഇറങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ചങ്സ് മൂവി ഇറങ്ങിയ സമയത്തൊക്കെയാണ് ഏറ്റവും
കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ല. അല്ല. പക്ഷെ ഇപ്പോഴാണ് ആളുകൾ അറിയുന്ന രീതിയിലേക്ക്, ബിക്കോസ് അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യേകതയാണ്. അപ്പം അത് വന്നത് ക്യാപ്ചർ ചെയ്യുന്നു, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് ക്യാപ്ചർ ചെയ്യുന്ന രീതികളിൽ കുറച്ച് പ്രശ്നം കിടക്കുന്നുണ്ട്. അത് ആളുകളിലേക്ക് എത്തുന്നു, ആളുകളിൽ നിന്നുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഞാൻ പിന്നീട് ചിന്തിക്കും, കാരണം ഇവർക്ക് ഇതിനൊരു റവന്യൂ ഉണ്ട്, അല്ലെങ്കിൽ ആരും ഒരു കാര്യത്തിന് പുറപ്പെടില്ല, വെറുതെ ആരും ഒരു കാര്യം ഒരു പാലമുണ്ട് ഇതിലേക്ക്. യെസ്, അവർക്കൊരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് അവരത് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനും ഒക്കെ ഒരു മനുഷ്യത്വപരമായ ഒരു എന്താ പറയുക, സമീപനം കൂടി വേണം ഇതിനെല്ലാം എന്നുള്ളതാണ് എപ്പോഴും ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ഈ വിമർശനങ്ങൾ വന്നത് ചിലപ്പോൾ മുമ്പേ ഉണ്ടായിട്ടുണ്ടാവായിരിക്കാം പറയുമ്പോൾ. പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് കൈയും കൂടി കൂട്ടിയിടിക്കുമ്പോൾ സൗണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഭയങ്കര സൗമ്യമായിട്ട് സംസാരിക്കുന്ന, പലപ്പോഴും പ്രതിഷേധങ്ങളാണ് ഭയങ്കര സൈലന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം എപ്പം മുതലാണ് തീരുമാനിച്ചത് ഞാൻ എൻ്റെ കൈ കൂടെ കൊട്ടേണ്ടതുണ്ട് എന്നുള്ളത്? കാരണം മുമ്പ് തന്നെ ഹൻഡൂസ് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, പലപ്പോഴും സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ രണ്ട് രീതിക്ക് എടുക്കാം. ഒന്നില്ലെങ്കിൽ ആ വിഷയം അവിടെ തീർന്നേക്കാം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് ഒന്നുകൂടെ കൊട്ടാം എന്ന് തോന്നിയേക്കാം ഈ കൊട്ടുന്നവർക്ക്. അപ്പൊ എപ്പം മുതലാണ് ശബ്ദം ഉണ്ടാവട്ടെ എന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനം വരുന്നത് എവിടെ നിന്ന്? ഈ പറഞ്ഞത് അതിൽ വലിയൊരു പോയിന്റ് ആണ്. കാരണം ഞാൻ അതങ്ങ് വിട്ടേക്കാം, അത് അതിനൊരു ഇഷ്യൂ ആക്കണ്ട, അല്ലെങ്കിൽ അത് നമ്മളൊരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യണ്ട, എനിക്ക് അനാവശ്യ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ 20 വർഷത്തിനുള്ളിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാമായിരുന്നു, ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. അപ്പം മാക്സിമം സൈലന്റ് ആയിട്ടും സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇത് നമ്മുടെ കൈവിട്ട് പോകുന്നു എന്നൊരു തോന്നൽ വരുന്നത് കാരണം നമ്മുടെ വീട്ടുകാരെയും പാരന്റ്സിനെയൊക്കെ അഫക്ട് ചെയ്യുമ്പോഴാണ്. ഇതിപ്പോ ഞാനൊരു വ്യക്തി മാത്രമല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാള് ഈ നിങ്ങളെ ഒരാൾ ബ്ലെയിം ചെയ്യുമ്പോൾ അത് ആ കുടുംബത്തെയും മറ്റ് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ അത് ബാധിക്കാൻ തുടങ്ങും, ഇവഞ്ച്വലി അത് ബാധിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവരെല്ലാവരും പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളൊരു തോന്നല് വന്നത്. ഇപ്പൊ ഞാൻ മാത്രമാണ് നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിൽ ചിലപ്പം ഓക്കെ മാക്സിമം അത് വന്നേക്കാം, വിട്ടുകളയാം എന്നുള്ള രീതിയിൽ പോയിരുന്നേക്കാം. പക്ഷെ ഒരു അവസാനം ഒരു നെല്ലിപ്പലക കണ്ടു എന്ന് തോന്നുന്ന ഒരു സമയത്താണ് ഈ ഒരു പ്രതിഷേധിക്കാൻ ഒരു ശബ്ദം വരാൻ തോന്നും. നമ്മൾ നോവുമ്പോൾ പ്രതികരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രതികരിച്ച് കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ കുറ്റക്കാരാവുന്ന പ്രവണതയാണ് പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക. അപ്പം ശരിക്കും ഇത്തരം പ്രതികരണത്തിൽ അതിനപ്പുറത്തേക്ക് എന്താണ് കൂടുതൽ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്? അത്രയും വേണ്ടിയിരുന്നില്ല എന്നാണോ, അല്ലെങ്കിൽ ഇതേപോലെ ഞങ്ങളും പ്രതികരിക്കാനിരുന്നതാണ് ചെയ്ത് നന്നായി എന്നാണ് ഏറ്റവും കുറെ കൂടി കേൾക്കേണ്ടി വന്നത്? തീർച്ചയായിട്ടും ഞങ്ങളും പ്രതികരിക്കാൻ ഇരുന്നതാണ് ചെയ്തത് ഭയങ്കര നന്നായി എന്ന് തന്നെയാണ് ഞാൻ കേട്ടേക്കുന്നത്. കാരണം ഒത്തിരി ആളുകൾ നമുക്ക് ഒരു പരിചയം അതുവരെ ഞാൻ നമ്മൾ വെറുതെ ഇറങ്ങി നടക്കുന്ന സമയത്തൊന്നും ആളുകൾ കാണും, കൈ കാണിക്കും ഒക്കെ ചെയ്യുന്നുവെങ്കിലും ഈ സാധാരണക്കാരായ ആളുകൾ വന്നിട്ട് നന്നായി ഞങ്ങളിത് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, അത് ചെയ്തത് ഭയങ്കര നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഒത്തിരി ആളുകൾ പല കോണിൽ നിന്നും, ലോകത്തിന്റെ തന്നെ പല കോണിൽ നിന്നും ഫോൺ കോൾസും കാര്യങ്ങളും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടായത്. അത് ഹ്യൂജ് ഒരു സപ്പോർട്ട് തന്നെയാണ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയത്. ഈ പലപ്പോഴും ഈ തുടങ്ങി വെച്ച് 20 വർഷം നമ്മൾ പറയുമ്പോഴും അതിൽ കുറേയേറെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. റിംഗ് മാസ്റ്റർ ആണെങ്കിലും മോൺസ്റ്റർ ആണെങ്കിലും ട്രിവാൻഡ്രം ലോഡ്ജ് ആണെന്നുണ്ടെങ്കിലും. എങ്കിൽ പോലും ശരിക്കും ഒരു ആർട്ടിസ്റ്റ് നിലയിൽ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു വേഷങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, അതോ അത് റേച്ചിലൂടെയാണോ അത് പൂർത്തീകരിക്കുക? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുമ്പോഴെല്ലാം ഏതൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോഴും അത് ചെറിയ വേഷമായാലും വലിയ വേഷമായാലും നമ്മളത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം സംതൃപ്തിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എത്രത്തോളം നമ്മളതിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അത് പ്രേക്ഷകർ പറയേണ്ട കാര്യമാണ്. പക്ഷെ ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടും റോ ആയിട്ടും എടുത്തേക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പം ഇറച്ചി വെട്ടുകാരി എന്ന് പറയുമ്പം ആ ഇറച്ചി വെട്ടി പഠിച്ച് ഓരോ കത്തി പിടിക്കുന്ന ഒരു കാര്യം പോലും അത്രയും സൂക്ഷ്മതയോടെയാണ് ഈ സിനിമയിൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതത്രയും ഒറിജിനാലിറ്റിയോടെ തന്നെ വേണം, എങ്ങനെയാണോ അവർ ചെയ്യുന്നത് അതേപോലെ തന്നെ വേണം എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇറച്ചി വെട്ടുന്ന ഒരു ചേട്ടൻ ആ കടയിൽ നിന്ന് വന്ന് ഞങ്ങളെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ പറഞ്ഞത് വീണ്ടും ടേക്ക് എടുത്ത് അത് അത്ര പെർഫെക്ഷൻ വന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ ആ ടേക്ക് ഓക്കെ ആക്കാറുള്ളൂ. അതിപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഡയലോഗുകളായാലും അങ്ങനെ തന്നെയാണ്. കാരണം സാധാരണ മനുഷ്യർ പറയുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഒരു അച്ചടി ഭാഷയോ അല്ലെ സിനിമാറ്റിക് ഒരു ലാംഗ്വേജ് ഒന്നും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടേ ഇല്ല. എങ്ങനെ റോ ആയിട്ട് അവർ സംസാരിക്കുമോ അതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അതിനുമൊക്കെ നമ്മൾ കുറേ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നാടൻ തോക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ നാടൻ തോക്ക് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ആണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ജീവിതത്തിൽ. അതെടുത്ത് പൊക്കി ആ കറക്റ്റ് ആ പൊസിഷനിൽ വെച്ച് ഇവിടെ ഷോൾഡറിന്റെ ഇവിടെ വെച്ചിട്ട് അത് ഫയർ ചെയ്യുമ്പം ആ ആറ്റിറ്റ്യൂഡിൽ നിന്നിട്ടാണ്, റേച്ചലായിട്ട് നിന്നിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ഈ സാധനം ഇതൊക്കെ ഫസ്റ്റ് ടൈം
ചെയ്യുന്നതല്ലേ, അപ്പൊ ഇത് പൊട്ടുമ്പം ഭയങ്കര സൗണ്ടിലാ, അടുത്ത പ്രദേശത്തൊക്കെ കേൾക്കാം, അത്ര വലിയ ഈ സൗണ്ടിൽ. പൊട്ടലിന്റെ ഞെട്ടലിൽ എവിടേക്കെങ്കിലും ഹണിറോസ് കയറി വന്നിരുന്നോ ഷൂട്ടിൽ? ഞാൻ ഇല്ല, ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്, എപ്പോഴും വരും. ഞാൻ പേടിക്കും, അയ്യോ കണ്ണൊന്നും ബ്ലിങ്ക് ചെയ്യെങ്കിലും ചെയ്യും, അതുപോലും ചെയ്യാൻ പാടില്ല. ഭയം നമ്മുടെ ഫേസിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സംഭവം അത് നമ്മൾ എത്ര നോക്കിയാലും എനിക്ക് ഏറ്റവും എന്റെ ലൈഫിൽ ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഇത്. ഈ ക്രാക്കേഴ്സ് എന്തെങ്കിലുമൊക്കെ ഈ ദീപാവലി സമയത്തൊക്കെ ഞാൻ ആ പരിസരത്ത് നിൽക്കത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മാനേജ് ചെയ്തു അത്. പിന്നെ പോത്തുകള്, ഈ പോത്തുകൾ എന്നൊക്കെ പറഞ്ഞ പോത്ത് ചന്തയൊക്കെ ട്രെയിലറിൽ തന്നെ കാണാം, എത്രയോ 100 കണക്കിന് പോത്തിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ വരുന്നതൊക്കെ കണ്ടെയ്നറിൽ വന്നിട്ട് ഇത് പലതും വരണ്ടിട്ടുള്ള പോത്തുകളായിരിക്കും, ഒരു നല്ല സ്വഭാവമുള്ള ആളുകളല്ല വന്നേക്കുന്നത്. അപ്പം പലരെയും അറ്റാക്ക് ചെയ്യുകയും ചിലരുടെ സെറ്റിലുള്ള ആളുകളുടെ കൈയൊക്കെ ഫ്രാക്ചർ ആവുക, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന, സീരിയസ് ആയിട്ട് ആവുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇങ്ങനെ പ്രശ്നക്കാരുടെ ഇടയിൽ കൂടെ നിന്നിട്ടാണ് ഈ ഡയലോഗൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലിങ്ങനെ ഭയങ്കരമായിട്ട് അതിന്റെ ഒരു സ്ട്രെസ്സും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണിക്കാനും പാടില്ല, ഒരിക്കലും മുഖത്തത് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ വെല്ലുവിളി നിറഞ്ഞ സിറ്റുവേഷനിലൂടെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങള് ഫൈറ്റ് സീക്വൻസ് ആയാലും അത് കാടിന്റെ ഉള്ളിലാണ് ഈ ഫൈറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ സമയവും ഈ പറഞ്ഞതുപോലെ അതിന്റെ ടെറൈനും അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് അഫക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ കാട്ടുമൃഗങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ രാത്രിയിലൊക്കെ അവിടെ ഷൂട്ട് ചെയ്യാനിരിക്കുമ്പോൾ പറയും പുലി ഇറങ്ങിയിട്ടുണ്ട്, അല്ലെ ചില ആളുകളൊക്കെ തന്നെ നടന്നു പോകുമ്പോൾ ഈ പുലി എന്നെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വരും, അപ്പൊ നിങ്ങളൊന്ന് സൂക്ഷിക്കണം, ആരും തന്നെ പുറത്തേക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ്മെന്റ് വരും. അപ്പൊ ഇതൊക്കെ ഒരു അഡ്വഞ്ചർ പരിപാടി. എനിക്കൊന്ന് അതിന്റെ ട്രെയിൽ കാണുമ്പോഴാണെങ്കിൽ പോലും എവിടേക്ക് ഒരു ജെല്ലിക്കട്ട് ഫീമെയിൽ വേർഷനോ അല്ലെങ്കിൽ മലയാളത്തിലെ പുഷ്പയോ എന്നുള്ള ചോദ്യങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റെഫറൻസ് മൈൻഡിൽ വന്നിരുന്നോ ഏതെങ്കിലും? ഇല്ല, ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഇതൊരു എന്താ പറയാ, ഒരു ആക്ഷൻ ജോൺട്ര പിടിച്ചേക്കുന്ന ഓർ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അതും ഒരു ചെറിയ ശതമാനം അതിലുണ്ടെന്ന് പറയാൻ പറ്റും. ഒരു റിവെഞ്ച് എന്നൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു മൂവി തന്നെയാണ്. എപ്പോഴും ഭയങ്കരമായിട്ട് സ്റ്റൈലിംഗ് ലൈക്കനായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ഉദ്ഘാടന വേദികളിൽ പോകുമ്പോൾ വരെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് യൂണീക്കായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ തന്നെ കോസ്റ്റ്യൂമിൽ ഇടപെടാറുണ്ട്, അതിൻ്റെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും എന്ന് പറയുന്ന ഒരാളാണ്. റേച്ചിൽ പോലെ ഇത്രയും ഒരു ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റ്, അതിൻ്റെ അപ്പിയറൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇടപെടൽ നടത്തിയിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു വേഷത്തിന്? ഞാൻ ഇടപെടൽ നടത്താനായിട്ട് അതിനേക്കാളും വെരി വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റും നമുക്കുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ആ കഥാപാത്രം എന്നും അത് എന്താണ് വേണ്ടതെന്നുള്ളതും. അപ്പൊ നമ്മൾ പല രീതിയിൽ ആ സാധനങ്ങൾ ട്രൈ ചെയ്തിരുന്നു. മുണ്ട് കൊടുത്ത് നോക്കിയിരുന്നു. അതല്ല കുറച്ചും കൂടിയും സ്കേർട്ട് ടൈപ്പ് അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു സ്കേർട്ട് പാറ്റേൺ ആണ് ബെറ്റർ എന്ന് തോന്നി, അത് കൊടുത്തു. ആൻഡ് ഒരു ഒരു മാല ബന്ധികം ഇട്ടിട്ടുണ്ട് അവര്. റേച്ചൽ അവര് ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ മുടി സാധാരണ വെറുതെ ഇങ്ങനെ ഉരുട്ടി കെട്ടി പിരികം, എന്റെ പിരികം ഷേപ്ഡ് ആയിട്ടുള്ള പിരികമാണ്. അതല്ലാതെ ആ അന്നത്തെ കാലത്ത് ത്രെഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിനനുസരിച്ച് പിരികം മാറ്റി. പിന്നെ നമ്മൾ ഒരു പിടിക്കുന്ന പോലും മേക്കപ്പ് ഇല്ലാതെ ഉണ്ടെങ്കിൽ കുറച്ച് ഡൾ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. റോയായിട്ട് ഇരുന്നാൽ പോലും റോ ലുക്ക് കിട്ടില്ല എന്ന് പറയുന്ന സൗന്ദര്യശാപായ പോലെയായോ? അല്ല, ഇവരങ്ങനെ ഇപ്പം അങ്ങനെ ഭയങ്കര അലഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഭയങ്കര വെയിലത്തോ അങ്ങനെ നടന്ന് ജോലി ചെയ്യുന്ന ആളല്ല. ഇവര് ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വെട്ടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരെ പോർട്രേ ചെയ്തേക്കുന്നത്. കഥാപാത്രം എന്താണോ അതിനനുസരിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ ഇപ്പം നമ്മൾ പാടത്ത് പണി എടുക്കുന്നതോ അല്ലെ വെയിൽ കൊണ്ട് പണിയെടുക്കുന്ന ഒരു ആളല്ല. അപ്പൊ അതിന് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, ഇവര് അപ്പന്റെ ഭയങ്കരമായ കരുതലിൽ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്ന ഒരു ലേഡിയും കൂടിയാണ് ഇവര്. അപ്പൊ പിന്നീടാണ് ഇവര് ഒരു സർട്ടൻ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ജോലിയിലേക്ക് ഇറങ്ങുന്നത് പോലും. അപ്പൊ അതിന് വ്യത്യാസമുണ്ട്. ആ സ്ത്രീ കഥാപാത്രത്തിന് തന്നെ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെയാണ് അവരെ പോർട്രേ ചെയ്യുന്നത്. ഈ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോകുന്ന ഒപ്പം തന്നെ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് പോവേണ്ട അല്ലെ ഒരു സമയം കുറെ കൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരം വേഷങ്ങൾ ഒരുപാട് വരട്ടെ. റേച്ചിൽ അതിനൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കൂടി മാറട്ടെ. ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന പേരായിട്ട് റേച്ചിൽ മാറട്ടെ. പടം December 6 വരികയാണ്. അപ്പം എല്ലാവരും പോയി കാണണം, താങ്കളും കാണണം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്. പെട്ര, India's premium steel doors.